നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നരഭോജി കടുവയോടുള്ള അമർഷം തീരാതെ നാട്ടുകാർ. കടുവയെ കൊണ്ടുപോകുന്നത് തടയാൻ പ്രതിഷേധക്കാർക്കൊപ്പം ഒട്ടേറെ സ്ത്രീകളും കുട്ടികളും എത്തിയിരുന്നു. സ്കൂൾ യൂണിഫോമിലെത്തിയ കുട്ടികൾ സമരക്കാരുടെ മുൻപിലിരുന്ന് പ്രതിഷേധിച്ചു. അതിനിടെ കടുവയെ കാണാനെത്തിയ സ്ത്രീകളെ പോലീസ് തടഞ്ഞുവെങ്കിലും സമാധാനപ്പെടുത്താൻ നോക്കിയ ഡിവൈഎസ്പിയോട് തോക്കിങ്ങതാ, ഞങ്ങൾ വെടിവെക്കാമെന്ന് വരെ പറഞ്ഞു. അതിനിടെ പ്രദേശവാസിയായ അഭിലാഷ് മരത്തിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. താഴേക്ക് ചാടും എന്നായിരുന്നു ഭീഷണി. യുവാവ് മരത്തിന് മുകളിൽ കയറിയതറിഞ്ഞ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. എന്നാൽ അപ്പോഴേക്കും യുവാവ് താഴെ ഇറങ്ങിയിരുന്നു. അഗ്നിരക്ഷാസേന എത്തിയപ്പോൾ ഗതാഗത തടസ്സവും രൂക്ഷമായിരുന്നു. നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം രാത്രി വൈകിയും അംഗീകരിക്കാതെ വനം വകുപ്പിനെതിരെ കൂടല്ലൂരിൽ ഉയർന്നത് വൻ ജനകീയ പ്രക്ഷോഭമാണ്. കൂട്ടിലടച്ച് കടുവയുമായി എത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളമാണ് ജനക്കൂട്ടം തടഞ്ഞു വെച്ചത്. ഒടുവിൽ കടുവയെ വനം വകുപ്പ് കൊണ്ടുപോയെങ്കിലും രാത്രി വൈകിയും കനത്ത പ്രതിഷേധം പ്രദേശത്ത് തുടരുകയാണ്. കടുവയെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനമായില്ലെങ്കിൽ പ്രതിഷേധം കനപ്പിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. കാരണം കഴിഞ്ഞ 10 ദിവസമായി കടുവ ചെറിയ ഭയപ്പാടൊന്നുമല്ല പ്രദേശത്തുണ്ടാക്കിയത്. വാഗേരിക്കടുത്ത് മാത്രമല്ല, ജില്ലയിൽ പലയിടത്തും ഈ ദിവസങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു. കുറഞ്ഞത് ഒരു 3 കടുവയെങ്കിലും ജില്ലയിൽ ഇപ്പോഴും ജനവാസ കേന്ദ്രങ്ങളിൽ വിഹരിക്കുന്നുണ്ട് എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ മേപ്പടി, ചുള്ളിക്ക, വട്ടപ്പാറ, തോവരിമല, മൂലങ്കാവ് എന്നിവിടങ്ങളിലെല്ലാം കടുവ ഭീതി ഉണ്ടായിട്ടുണ്ട്. കൂടല്ലൂർ മരോട്ടിക്ക തറപ്പിൽ പ്രജീഷിനെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ നരഭോജി കടുവയുടെ പരാക്രമമൊടുവിൽ ഞാറ്റാടി സ്വദേശി സന്തോഷിന്റെ പശുവിനെ കൊലപ്പെടുത്തുന്നവരെ തുടർന്നു. കഴിഞ്ഞ 9-നാണ് പ്രജീഷിനെ പുല്ലരിയുന്നതിനിടെ കടുവ കടിച്ചു കൊന്നത്. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യം അംഗീകരിപ്പിച്ച ശേഷം മാത്രമായിരുന്നു പ്രജീഷിന്റെ മൃതദേഹം അന്ന് കൂടല്ലൂരിലെ സംഭവ സ്ഥലത്തു നിന്നും പോലീസുകാർക്ക് മാറ്റാൻ കഴിഞ്ഞത്. പിറ്റേന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റെടുക്കാനും ആളുകൾ തയ്യാറായില്ല. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ഉത്തരവ് വരണം എന്നായിരുന്നു ആവശ്യം. മയക്കുവെടിവെച്ച് പിടികൂടുവാനുള്ള ഉത്തരവാണ് ആദ്യം എത്തിയത്. അതോടെ പ്രതിഷേധം കനത്തു. ജനപ്രതിനിധികളടക്കം വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. തുടർന്നാണ് മയക്കുവെടിവെച്ച് പിടികൂടാനോ കൂട് സ്ഥാപിച്ച് പിടിക്കുവാനോ കഴിഞ്ഞെങ്കിൽ കടുവയെ തിരിച്ചറിഞ്ഞ ശേഷം വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയത്. അതോടെ സമരം ശമിച്ചു. എന്നാൽ അപ്പോഴും മയക്കുവെടിവെച്ച് പിടികൂടിയാൽ പോരാ, കൊല്ലുക തന്നെ വേണം എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. കൂട്ടിൽ കുടുങ്ങിയ നരഭോജി കടുവയുടെ മുഖത്തും മറ്റിടങ്ങളിലും മുറിവുണ്ട്. 10 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൺകടുവയാണെന്നും നേരത്തെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള WWL 45 എന്ന കടുവ തന്നെയാണ് ഇതെന്നും വനപാലകർ പറഞ്ഞു. കടുവയെ കൊല്ലണമെന്ന ആവശ്യമുയർന്ന് പ്രതിഷേധമുണ്ടായതോടെ കടുവയെ കാണുന്നതിൽ നിന്നും എല്ലാവരെയും വനപാലകർ വിലക്കി. കടുവ കുടുങ്ങിയ കൂട് ഷീറ്റ് വിരിച്ചു മൂടുകയും ചെയ്തു. കാപ്പിത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന വഴി ഗേറ്റിന് സമീപമാണ് നൂറുകണക്കിന് നാട്ടുകാരെത്തി പ്രതിഷേധിച്ചത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഡിവൈഎസ്പി KK അബ്ദുൽ ഷരീഫ്, പോലീസ് ഇൻസ്പെക്ടർ MM സന്തോഷ് എന്നിവരടക്കം 50ഓളം പോലീസുകാരാണ് സ്ഥലത്തെത്തിയിട്ടുള്ളത്. വനപാലകർക്കും നാട്ടുകാർക്കും ഇടയിലായി നിലയുറപ്പിച്ചു. കടുവക്കൂട് കയറ്റി ട്രക്കിന് മുമ്പിലായി DFO ഷജ്ന കരീമിന്റെ നേതൃത്വത്തിലുള്ള 100ഓളം വനപാലകരടങ്ങിയ സംഘമാണ് ഉണ്ടായിരുന്നത്. യുവാവിനെ കടുവ കൊലപ്പെടുത്തിയതിന് പിന്നീടുള്ള 8 ദിവസം 100-അംഗ വനപാലക സംഘത്തിന്റെ കടുവ ദൗത്യമാണ് നാട് കണ്ടത്. ജനങ്ങൾ വനപാലകരോട് എല്ലാവിധത്തിലും സഹകരിച്ചു. കാടും നാടും അരിച്ചുപെറുക്കിയെങ്കിലും ഓരോ ദിവസവും കടുവ വഴുതി മാറി. കൂടല്ലൂർ കോളനിക്കവലിൽ ഒരു കൂട് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നീട് 4 കൂടുകൾ കൂടി സ്ഥാപിച്ചു. അതിനിടെ നാട്ടിൽ പലരും കടുവയെ കണ്ടു, വനപാലകരൊഴികെ. ദൗത്യസേന സ്ഥലത്ത് ഓരോ ദിവസവും പുതിയ ക്യാമറകൾ സ്ഥാപിച്ചു. ലൈവും ട്രാപ്പും 30-ലധികം ക്യാമറകളും സ്ഥലത്ത് സ്ഥാപിച്ചത്. തിരച്ചിൽ 4 ദിവസം പിന്നിട്ടപ്പോൾ കടുവയുടെ ചിത്രങ്ങൾ 3 ക്യാമറകളിൽ പതിഞ്ഞു. വയനാട് വന്യജീവി സങ്കേതത്തിൽ മുൻപ് നടന്ന കടുവകളുടെ കണക്കെടുപ്പിൽ പതിഞ്ഞ WWL 45 എന്ന 14 വയസ്സുള്ള ആൺകടുവയുടേതാണ് ചിത്രമെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കടുവയ്ക്ക് 14 വയസ്സുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ ഇര തേടാൻ ബുദ്ധിമുട്ടുള്ള കടുവയാകാമെന്ന് വനപാലകരും കണക്ക് കൂട്ടി. കടുവ നിരീക്ഷണ പരിധിയിലുണ്ടെന്ന് പറഞ്ഞപ്പോഴെല്ലാം കടുവയുടെ മയക്കുവെടിവെക്കാൻ വനംവകുപ്പിന് ഒരിക്കലും അടുത്ത് കിട്ടിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഡ്രോൺ ഉപയോഗിച്ച് പരിധിയെങ്കിലും കടുവ പൊന്തക്കാടിൽ ഒളിച്ചു നിന്നു. പ്രജീഷിനെ കൊന്ന സ്ഥലത്തു നിന്നും 2 കിലോമീറ്റർ മാറി 90 ഏക്കറിൽ പ്രദേശവാസിയായ ജോഷിയും പിന്നീട് ഞാറ്റടിയിൽ സന്തോഷും പാപ്പളശ്ശേരിയിൽ അൻഷേദും കടുവയെ കണ്ടു. വനംവകുപ്പിൽ നിന്നും മാതൃവകുപ്പിലേക്ക് പോയ ഡോക്ടർ അരുൺ സക്രിയ തിരികെ എത്തി മയക്കുവെടി സംഘത്തിന് നേതൃത്വം നൽകി. ഉത്തരമേഖല CCF KS ദീപ, DFO ഷജ്ന കരീം, ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO അജിത് K രാമൻ തുടങ്ങിയവരൊക്കെ നേതൃത്വം വഹിച്ചെത്തി. ഒടുവിൽ
കഴിഞ്ഞ ശനി രാത്രി ഞാറ്റ്യാടി പശുവിനെ കൊന്നതോടെ നാട്ടുകാരുടെ ക്ഷമ കെട്ടു തുടങ്ങി. 10 ദിവസമായിട്ടും കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ പ്രതിഷേധം പുകഞ്ഞു തുടങ്ങിയതോടെ ഇന്നലെ ഉച്ചയ്ക്ക് കടുവ കൂട്ടിൽ കയറിയത് വനം വകുപ്പിനും ആശ്വാസമായി.